എല്ലാ അങ്കണവാടി സഹോദരിമാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു മാസം 1.5 മാസക്കാലമായി 30-ലധികം വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സുഭാഷിതം ചാനൽ ടീം ചെയ്തത്. ഒരുപാട് പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും നിങ്ങൾ തന്ന വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ സംസ്ഥാന ഓഫീസർമാരുമായി സംസാരിച്ചു, ക്ഷേമനിധി ചെയർപേഴ്സണുമായി സംസാരിച്ചു, സംസ്ഥാന ഓഫീസുകളിൽ ഞാൻ നേരിട്ട് പോയി വിവരങ്ങൾ ശേഖരിച്ചു, സെക്രട്ടേറിയറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. വലിയ പഠനമാണ് അതിനകത്ത് നടത്തിയിരിക്കുന്നത്. അപ്പോഴതനുസരിച്ച് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആളുകൾ വരുന്നു, ഞങ്ങൾക്ക് വിവരങ്ങൾ തരുന്നു. അങ്ങനെ വലിയൊരു രൂപത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം, എന്താണോ നമ്മൾ സുഭാഷിതം ചാനലിലൂടെ കേരളത്തിലെ അങ്കണവാടികളുടെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത്, അതിന് റിസൾട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. 3 മാസത്തെ പെൻഷൻ എല്ലാവർക്കും കിട്ടാൻ അർഹതയുള്ള എല്ലാവർക്കും കിട്ടിയിരിക്കുന്നു. ഞങ്ങളുടെ ശ്രമം കൊണ്ടല്ല, എന്നാലും ആ വിഷയം ഞങ്ങളും പുറത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു പോയതിൻ്റെ കൂട്ടത്തിൽ ഒരു തള്ള് ഞങ്ങളത് ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്രയെങ്കിലും ഒരൊന്നിനോടൊപ്പം ഒരു തള്ളിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് തരിക. ബാക്കി എല്ലാവരും യൂണിയൻകാരും എല്ലാവരും എടുത്തോട്ടെ അതിൻ്റെ ഗുണഫലങ്ങൾ. രണ്ടാമത്, പാസ്ബുക്കിൻ്റെ പ്രശ്നം ഞങ്ങൾ ഗൗരവമായി പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാ പഞ്ചായത്തുകളിലും ഗൗരവമായി പാസ്ബുക്കുകൾ തിരിച്ചു കൊടുക്കുന്നു. ഇന്നലെ പാലക്കാട് നിന്നൊക്കെ കിട്ടുന്ന വാർത്ത, പാസ്ബുക്കുകൾ നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ മുകളിലുള്ള ഓഫീസുകളിൽ പോയി പാസ്ബുക്ക് എടുത്തുകൊണ്ട് വരുന്നു. ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൃത്യമായി പാസ്ബുക്കുകൾ രജിസ്റ്റർ ചെയ്ത് പുതിയതുണ്ടാക്കുന്നു. എത്ര അത്ഭുതകരമായ രീതിയിലാണ് പാസ്ബുക്കിൻ്റെ കാര്യത്തിൽ മാറ്റമുണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് CDPമാരുടെയും സൂപ്പർവൈസറുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ മനോഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതും നമ്മളുടെ ഇനിയിപ്പോൾ നമുക്ക് നേടിയെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച് ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. അത് ഗുജറാത്തിൽ കൊടുത്തിട്ടുണ്ട്, മധ്യപ്രദേശിൽ കൊടുത്തിട്ടുണ്ട്, ബീഹാറിൽ കൊടുത്തിട്ടുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ത്രിപുരയിലുണ്ട്, പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അത് സുപ്രീം കോടതിയുടെ വിധിയാണ്. അതിൻ്റെ വിധിയുടെ വിശദാംശങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ. അതിൻ്റെ തുടർ ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇനി മറ്റൊരു സന്തോഷമുള്ള കാര്യം, CITUവിൻ്റെ ഒരു സമരം നടന്നു കഴിഞ്ഞ ദിവസം. അതിൽ നമ്മൾ സുഭാഷിതം ചാനലിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവർ അതിനകത്ത് മുന്നോട്ട് വെച്ചു. അത് കൂടുതലും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കും ഉദ്യോഗസ്ഥരുടെ നയങ്ങൾക്കുമെതിരെ ഈ 20-ാം തീയതി CITU വീണ്ടും സമരം വച്ചിട്ടുണ്ട്. അതിലെ പല ഡിമാൻഡുകളും സുഭാഷിതം ചാനലും പറയുന്ന ഡിമാൻഡുകളാണ്. അവരുടെ ഡിമാൻഡ് നമ്മൾ എടുത്തെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് അവരെടുത്തു, ഒരു അവകാശവാദവുമില്ല. പക്ഷെ എന്തായാലും CITU എന്ന് പറയുന്ന പ്രധാന സംഘടന അതിനകത്ത് ഈ കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. സുഭാഷിതം ചാനൽ ഇതെല്ലാം കൂടെ ചെയ്യാനോ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസും സംഘവും എല്ലാം ചെയ്തു തരാനോ അല്ല ഈ സുഭാഷിതം ചാനൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഉന്തിനോടൊപ്പം അവരുന്തട്ടെ, നമ്മളൊന്ന് തള്ളും, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ഒടിഞ്ഞു വീടുന്ന വാഴയ്ക്ക് ഒരു കൈത്താങ്, അത്ര മാത്രമേ സുഭാഷിതം ചാനൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് CIT യൂണിയനിലുള്ള ഒരുപാട് പേർ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. അവർ ആ യൂണിയനിൽ തുടരണം. INTC യൂണിയനിലുള്ളവരുണ്ട്, അവർ ആ യൂണിയനിൽ തുടരണം. നിങ്ങൾ ഏത് യൂണിയനിൽ തുടരാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. യൂണിയൻ മാറാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. എല്ലാം നിങ്ങളുടെ അവകാശമാണ്. ഒരാളും വാട്സപ്പിലോ അല്ലെങ്കിൽ ഒരു തരത്തിലും യൂണിയന് ഞങ്ങൾ ഇത്ര വർഷം ചെയ്തു, പൈസ കൊടുത്തു, അങ്ങനെയല്ല. അവരെ കൊണ്ട് പറ്റുന്ന അവർ ചെയ്യുന്നു, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സുഭാഷിതം ചാനലിനോ എനിക്കോ ഞങ്ങളുടെ സംഘത്തിനോ രാഷ്ട്രീയമുണ്ടായിരിക്കാം കാര്യങ്ങൾ, പക്ഷേ ഇതിൽ ഒരു രാഷ്ട്രീയവും ഞങ്ങൾ കടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പുകളിൽ മെസ്സേജ് അയക്കുമ്പോഴോ ഗ്രൂപ്പുകളിൽ വരുമ്പോഴോ ഒക്കെ വളരെ കൃത്യമായി ആരെയും കുറ്റപ്പെടുത്തണ്ട. നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് CITക്കാരും ആവശ്യമുണ്ട്, ഗവൺമെൻറ്റും ആവശ്യമുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റും ആവശ്യമുണ്ട്, പിന്നെ അത് കോടതികളും ആവശ്യമുണ്ട്, ക്ഷേമനിധി ബോർഡും ആവശ്യമുണ്ട്, എല്ലാവരെയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ നിലയിൽ ഒരു നിഷ്പക്ഷ നിലപാടെടുത്തുകൊണ്ട് നമുക്കെങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ഈ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ, പെൻഷൻകാർക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് കാര്യങ്ങളാണ്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അവരുടെ ഫയൽ ഇപ്പോൾ ഗവൺമെൻറ്റിൽ ഉണ്ടെന്നറിയുന്നു, പിന്നെ നമ്മുടെ വനിതാ ശിശുക്ഷേമ വകുപ്പിലുണ്ടെന്നറിയുന്നു. അത് പാസ്സായാൽ അവർ രക്ഷപ്പെട്ടു. ഗ്രാറ്റുവിറ്റി ഫയൽ സെക്രട്ടേറിയറ്റിലുണ്ട്, അത് പാസ്സായാൽ കുറേ ഗ്രാറ്റുവിറ്റി കിട്ടും. പിന്നെ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. അത് നടത്താൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, സുഭാഷിതം കൂടെയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്നാണ് വളരെ കൃത്യമായി അങ്കണവാടി സഹോദരിമാരോട് പറയുവാനുള്ളത്. നിങ്ങൾ സംഘടിച്ച് ഒന്നിച്ചു പോയാൽ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും പിളർത്തി മാറ്റിക്കൊണ്ടല്ല, നിങ്ങൾ കൂട്ടായ്മയോടെ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ പിന്നാലെയുണ്ട്, കൂടെയുണ്ട്. നിങ്ങളെപ്പോഴാണോ ഞങ്ങളോട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ വരുന്നു, ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ ഏതെങ്കിലും നിമിഷം വന്നാൽ ആ നിമിഷം സുഭാഷിതം അടുത്ത വിഷയങ്ങളിലേക്ക് പോകും. ഇപ്പോൾ തന്നെ മറ്റൊരുപാട് വിഷയങ്ങൾ ഞങ്ങളുടെ ക്യൂവിലുണ്ട്. തൊഴിലുറപ്പുകാരുടെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ വന്നു, കെട്ടിട നിർമ്മാണം, ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പിറകിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും.
എന്ന് മാത്രമാണ് അങ്കണവാടികളോട് പറയുവാനുള്ളത്. നിങ്ങൾ കൂട്ടായ്മയിൽ നിൽക്കൂ, ഞങ്ങൾ ഒപ്പമുണ്ട്.